സുജയ പാർവതി വലിയ ആഘോഷങ്ങൾ കാണുന്നു. ആഘോഷിക്കാൻ പോകുന്നില്ലേ? ആഘോഷിക്കാൻ എന്ന് നമുക്ക് കാരണങ്ങളുണ്ടല്ലോ. എന്ത് പറ്റി? അല്ല, ചിരിച്ചതാ. സാറിന് ഒന്നാം സ്ഥാനത്ത് എത്തിയതിന് അതുകൊണ്ടാണ് പാലക്കാട്ടെ ആഹ്ലാദത്തിന്റെ കാര്യം സുജയോടാണല്ലോ ചോദിച്ചത്. എനിക്ക് അതിനെന്താ സ്മൃതിയോട് ചോദിക്കേണ്ടത് ഇല്ലില്ല. അബിൻ വർക്കിയൊക്കെ വിളിച്ച് ലൈവായിട്ടൊക്കെ അഭിനന്ദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അഭിനന്ദനമൊക്കെ ഞാൻ സ്വീകരിച്ചു. അബിൻ എന്തായാലും ഒരു സൗണ്ട് ബൈറ്റിലൂടെ പറഞ്ഞതുകൊണ്ട് അബിൻ വർക്കിയുടെ അഭിനന്ദനങ്ങളൊക്കെ സ്വീകരിച്ചിരിക്കുന്നു. പിന്നെ ഒരു മത്സരമാകുമ്പോഴേക്കും അതിൽ പോരാടും. അല്ലാതെ തോറ്റു കഴിഞ്ഞാൽ ഓടി മാളത്തിൽ ഒളിക്കുന്ന ഹരിയാന സ്റ്റൈലൊന്നും എനിക്കില്ല. ഹരിയാനയിൽ ഓടിയതാരായിരുന്നു? അല്ല, ഹരിയാനയിൽ കണ്ടമഴി ഓടിയതാരായിരുന്നു? അല്ല, ഹരിയാനയിൽ ഓടിയ ആളെ കുറിച്ച് ഡോക്ടർ അരുൺ, സ്മൃതി, ബാലകൃഷ്ണൻ, ആൻഡ്രൂ അഗസ്റ്റ് 4 പേര് ഹരിയാന കണ്ടമഴി ഓടിയതാണ്. ഹരിയാനയിൽ എത്ര സീറ്റിനാ തോറ്റത്? 7000 വോട്ട് മുനിസിപ്പാലിറ്റി. കഴിഞ്ഞോ? 7000 വോട്ട്. ശരിയാണ്, 7000 വോട്ട് മുനിസിപ്പാലിറ്റിയിൽ നഷ്ടപ്പെട്ടു. നല്ല വൃത്തിയായിട്ട് തോറ്റു. സിറ്റിംഗ് സീറ്റ് ഒന്നും അല്ല നഷ്ടപ്പെട്ടത്. ഈ തോൽവിയുടെ കാരണം അല്ല, ഇനി ആ തോൽവിയുടെ കാരണം പിടിച്ച് ഇനി മുനിസിപ്പാലിറ്റി പിടിക്കുമെന്നല്ലേ പറയുന്നത്. അപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ എവിടെയൊക്കെയാണ് ഏതൊക്കെ കൗൺസിലർമാരുടെ വാർഡിലാണ് വോട്ട് കുറഞ്ഞതെന്ന് കണ്ടെത്തി ആ പാർട്ടി തിരുത്തണം. ഞാനത് ആ തോൽക്കുന്ന അഭിനന്ദനമുണ്ട്. എന്താണ് മഹാരാഷ്ട്രയിൽ നിങ്ങൾ പിടിച്ചു? മഹാരാഷ്ട്രയിൽ എന്ത് പിടിക്കാൻ? കയ്യിലല്ലേ? മഹാരാഷ്ട്ര കയ്യിലല്ലേ? ജാർഖണ്ഡ് ആരുടെ കയ്യിലായിരുന്നു? നിലനിർത്തി. ചേലക്കരയിലും അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ പറയണം. പാലക്കാടും ചേലക്കരയും ബിജെപിയുടെ കയ്യിലായിരുന്നു. വയനാട് കയ്യിലായിരുന്നു. അല്ല, സിറ്റിംഗ് സീറ്റ് അവിടെ പിടിച്ചെടുക്കും. ഒരു മത്സരമാകുമ്പോൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കും. നിങ്ങൾ മഹാരാഷ്ട്രയില് മഹാവികാസ് അഘാടി നോക്കിയിട്ട് എന്താ? ചേലക്കരയിൽ എന്താ? ചേലക്കര 5000 വോട്ട് നിങ്ങൾ കൂടി. പക്ഷേ പാലക്കാട് എന്താ സംഭവിച്ചത്? 11000 വോട്ട്. LDF നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം, ഐ മീൻ BJP തമ്മിലുള്ള വ്യത്യാസം, നോട്ട് യു, BJP തമ്മിലുള്ള വ്യത്യാസം 2000 വോട്ടായി ചുരുങ്ങി. സാരിന്റെ മിടുക്ക്, LDF-ന്റെ മിടുക്ക്. നമ്മൾ ആ മിടുക്ക് കാണുമ്പോൾ അതിനെ അപ്രീഷിയേറ്റ്. അല്ലാതെ ഇടതുപക്ഷത്തോട് അന്ധമായ വിരോധം വെക്കാത്തതിന് എന്നെ ഉടനെ CJP എന്ന് വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പൊ നമുക്ക് നോക്കാം, ആഹ്ലാദത്തിന്റെ പ്രകടനത്തിന്റെ ഭാഗമായി നമുക്ക് ചേരണം. പിന്നല്ല, അതാണ്. അപ്പോൾ നമ്മൾ ആ സെലിബ്രേഷൻസിലേക്ക് പോകുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ആ പോരാട്ടം കഴിഞ്ഞു, അതിൽ ജയപരാജയങ്ങളൊക്കെ നിർണ്ണയിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അല്ലാതെ വെറുതെ കൊതിക്കറവ് പറഞ്ഞിരിക്കാനൊന്നും എന്നെ കിട്ടില്ല. വിജയിച്ചവർക്കൊപ്പം എന്ന് പറഞ്ഞാൽ അവർ ആധികാരികമായി വിജയിച്ച ഉത്സവം അങ്ങനെയാണ്. അതാണ്, വിജയിക്കുന്നത് വരെയാണ് പോരാട്ടം. വിജയിച്ചു കഴിഞ്ഞാൽ ആ വിജയെ നമ്മൾ അംഗീകരിക്കുന്നു. എന്നിട്ട് അടുത്ത വിജയത്തിനായി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യും. അല്ലാതെ വിജയം അവർക്ക് പൂർണ്ണമായി വിട്ടുകൊടുക്കുകയല്ല. ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് എല്ലാവരും പഠിച്ചുകൊണ്ടേ ഇരിക്കുകയല്ലേ. കണ്ടിന്യൂസ് ലേണിംഗ് ആണ്. അപ്പോൾ ആ ലേണിംഗിലേക്ക് നമുക്ക് ഇന്നത്തെ തലക്കെട്ടുകളോടെ തുടങ്ങാം. ഞാൻ വൈകിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം.